ഞാൻ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു യുവാവാണ്. ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ഉമ്മ പറയുന്നതാണോ കേൾക്കേണ്ടത്, അതല്ല ഭാര്യ പറയുന്നതാണോ കേൾക്കേണ്ടത്? ഉസ്താദിൻ്റെ അഭിപ്രായം അറിയാൻ ആരായിരുന്നു? നൗഷാദ് കുട്ടിയാണ് കോട്ടയത്ത് നിന്നും ചോദിച്ചിരിക്കുന്നത്. ദുനിയാവിൽ കല്യാണം കഴിഞ്ഞ മുഴുവൻ ചെറുപ്പക്കാർക്കും ഉള്ള ചോദ്യമാണ്. ഒരാൾ തൽക്കാലം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും ചിലപ്പോൾ ഇപ്പോൾ ഉമ്മമാരുണ്ടെങ്കിൽ ഇപ്പോൾ വിചാരിക്കും, അങ്ങനെ തന്നെ ഉസ്താദെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ മോൻ പഠിക്കട്ടെ, മരുമോള് കേൾക്കട്ടെ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഉമ്മ പറയുന്നത് കേൾക്കണ്ട എന്ന് ഒരു പുതുമാപ്പിളയോടും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നീ കല്യാണം കഴിക്കുമ്പോൾ നിൻ്റെ ഉമ്മ പറയുന്നത് കേൾക്കണ്ട എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഉമ്മമാർ ചിന്തിക്കാനുള്ളത്, നിങ്ങൾ തകർക്കുന്നത് നിങ്ങളുടെ പൊന്നുമോൻ്റെ ജീവിതമാണ്. നിങ്ങളുടെ മകൻ സന്തോഷത്തോടെ ഇരിക്കലല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പിന്നെ മകൻ പ്രത്യേകിച്ച് താമസിച്ചാലെന്താ? മകൻ ഭാര്യയും കൊണ്ടൊന്ന് യാത്ര പോയാലെന്താ? മകൻ അവരുമായിട്ടൊന്ന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലെന്താ? ഒരു യുവാവിന് തൻ്റെ ഭാര്യയുമൊത്ത് അങ്ങനെ പോയൊന്ന് കഴിക്കണമെന്ന ആഗ്രഹവും കൊതിയും ഒന്നും ഈ ദുനിയാവിൽ പാടില്ലേ സഹോദരിമാരെ? അപ്പോൾ ഇതിനൊന്നും ഉമ്മ സമ്മതിക്കില്ല. എവിടെ പോകാൻ ഇറങ്ങിയാലും ഉമ്മ ചുരിദാറും എടുത്തിട്ട് 90-ആം വയസ്സിൽ ഉമ്മ വള്ളിയും കെട്ടിക്കൊണ്ട് ഇറങ്ങി വരും. ഇതാണ് എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നം. അപ്പോൾ അവിടെ ഉമ്മമാരായ നമ്മൾ ഒന്ന് ഒതുങ്ങി നിന്ന് കൊടുത്തിട്ട് മക്കളെ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. വീട്ടിൽ ഒരിക്കലും നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇനി ഭർത്താവിനോട് പറയാനുള്ളത്, നിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ പ്രസവിച്ച, നിനക്ക് പാല് തന്ന, നിന്നെ സ്നേഹിച്ച ഉമ്മ. ഭാര്യ എന്ന് പറയുന്നത് വേറൊരു വീട്ടിൽ നിന്ന് നിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി വരാം. കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഉമ്മയെപ്പോലെ നോക്കും, അങ്ങനെയാണെന്നൊക്കെ പറയും. അതെല്ലാ സ്ത്രീകളും പറയുന്നതാണ്. കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായി രണ്ട് സ്ത്രീകളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉരസലും മുട്ടലും തട്ടലും ഒക്കെ ഉണ്ടാവും. അതിനിടയിൽ നിന്നുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കാനുള്ള സർവ്വ ബഹുമാനവും കൊടുത്തുകൊണ്ട് ഉമ്മയോടും, ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സർവ്വ ആദരവും കൊടുത്തുകൊണ്ട് ഭാര്യയോടും തന്ത്രപരമായി മുന്നോട്ട് നിന്നിട്ട് വേണം കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഉമ്മയോട് നീ പറയേണ്ടത്, എൻ്റെ ഭാര്യയെ നിങ്ങളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. ഭാര്യയോട് പറയണം, ഉമ്മ എന്നെ പ്രസവിച്ചു പോയത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇത്രയും, ഉമ്മയെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഉമ്മയുടെ ഭാഗത്തില്ലെങ്കിൽ ലോകത്ത് നീ തന്നെയാണ് റാണി. കാരണം ഉമ്മ എന്നത് ഒരു വലിയ അത്ഭുതമാണ്. ആ ഉമ്മയ്ക്കപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉമ്മ വരച്ച വരയിൽ മകനെങ്ങും ടൂറിന് പോകാൻ പറ്റൂല, മകന് വീട് വെക്കാൻ പറ്റൂല, മകന് ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോകാൻ പറ്റും, അങ്ങനെ വരച്ചിടുന്ന വരയിൽ ഒരു മകൻ നിൽക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. അവൻ്റെ ജീവിതത്തെ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉമ്മയോടുള്ള ആദരവും ബഹുമാനവും ഹിക്കുമത്തിലൂടെ അവൻ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വേണം കൊണ്ടു നടക്കാൻ. രണ്ടുപേര് പിണങ്ങിയാലും നഷ്ടം ഈ മധ്യത്ത് നിൽക്കുന്ന കുടുംബനാഥനായ ഭർത്താവിനാണ്, മകനാണ്. അതുകൊണ്ട് അവൻ കൂട്ടുകാരുമായി കറങ്ങി കള്ളു കുടിക്കാതെ ഈ രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങളെ ഒരു വണ്ടിയുടെ രണ്ട് ചക്രം പോലെ രണ്ടുപേരെയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. രണ്ടുപേരുടെയും പൊരുത്തക്കേട് നിനക്ക് അപകടമാണ്. ഇത് രണ്ടും ഉമ്മയും ഭാര്യയും കൂടി മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.